9ാം ക്ലാസ് അറബിക് പാഠപുസ്തകത്തിലെ 12ാമത്തെ പേജ് 1ാമത്തെ യൂണിറ്റിലെ നഖറഉൽ ജുമല സെന്റൻസുകൾ നമുക്ക് വായിക്കാം. വനുതബ്ബിഖു മിൻ ഫളലിക വതഫല്ലൽ. മിൻ ഫളലികയും തഫല്ലലും അപ്ലൈ ചെയ്യാം. നുതബ്ബിഖു ടു അപ്ലൈ, അതായത് താഴെ കുറേ സെന്റൻസുകൾ കൊടുത്തിട്ടുണ്ട്. ആ സെന്റൻസുകളിൽ ഡാഷ് ഇട്ട ഭാഗത്ത് തഫല്ലൽ അല്ലെങ്കിൽ മിൻ ഫളലിക നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കറിയാം മിൻ ഫളലിക തഫല്ലൽ രണ്ടിൻ്റെയും മീനിങ് പ്ലീസ് എന്നതാണ്. പക്ഷേ ഇത് രണ്ടും അതിൻ്റേതായ സന്ദർഭങ്ങളിലാണ് ഉപയോഗിക്കേണ്ടത്. ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് മിൻ ഫളലിക യൂസ് ചെയ്യുന്നത്, ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് തഫല്ലൽ യൂസ് ചെയ്യുന്നത് എന്ന് നമുക്ക് ഇന്ന് പഠിക്കാം. നമ്മളൊരാൾക്ക് എന്തെങ്കിലും നൽകുകയാണെങ്കിൽ തഫല്ലൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊടുക്കേണ്ടത്. ഇനി ആരോടെങ്കിലും എന്തെങ്കിലും ഇങ്ങോട്ടേക്ക് വാങ്ങുകയാണെങ്കിൽ, തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് വാങ്ങുകയാണെങ്കിൽ മിൻ ഫളലിക എന്നാണ് പറയേണ്ടത്. സെൻറ്റൻസുകൾ വായിച്ചാൽ കൂടുതൽ വ്യക്തമാകും. ഇഖ്തറബൽ മുസാഫിറു മിനസ്സായിഖി. യാത്രക്കാരൻ ഡ്രൈവറുടെ അടുക്കലേക്ക് പോയി. ഇഖ്തറബ മീൻസ് അടുത്തേക്ക് പോയി. അൽ മുസാഫിറു യാത്രക്കാരൻ, മിനസ്സായിഖി ഡ്രൈവറുടെ. വക്കാല എന്നിട്ട് ഡ്രൈവറോട് പറഞ്ഞു, ഡേഷ് ഉരീദു സയ്യാറത്തൻ, പ്ലീസ് ഐ വാണ്ട് എ കാർ, ഐ വാണ്ട് എ ടാക്സി, എനിക്കൊരു ടാക്സി വേണം എന്ന് യാത്രക്കാരൻ ഡ്രൈവറോട് പറഞ്ഞു. അത് പറയുമ്പോൾ പ്ലീസ് എന്ന് ആദ്യം വെക്കണം. പ്ലീസ് ഐ വാണ്ട് എ ടാക്സി. അവിടെ എനിക്കൊരു സയ്യാറത്ത് വേണം എന്ന് യാത്രക്കാരൻ ഡ്രൈവറോട് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ മിൻ ഫളലിക എന്നാണ് വെക്കേണ്ടത്. മിൻ ഫളലിക ഉരീദു സയ്യാറ, പ്ലീസ് ഒരു ടാക്സി തരാമോ. അതേപോലെ തന്നെ അടുത്തത് ഖാലത്ത് നജ്മ ലി സദീഖിഹ. നജ്മ തൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു, ഡേഷ് ഉരീദു ഖലമൻ, എനിക്കൊരു പേന വേണം, അല്ലേ? അതായത് ഇങ്ങോട്ടേക്ക് വാങ്ങുകയാണ്. അപ്പോൾ മിൻ ഫളലിക, മിൻ ഫളലിക ഉരീദു ഖലമൻ, പ്ലീസ് എനിക്കൊരു പേന തരൂ. ഇനി തഫല്ലൽ എന്നത് വരുന്ന ഒരു സെൻറ്റൻസാണ് അടുത്തത്. ഖാലത്ത് മുവല്ലഫത്തുൽ ഇസ്തിഖ്ബാൽ, റിസപ്ഷനിസ്റ്റ് പറഞ്ഞു, അൽ മിഫ്താഹ്, താക്കോൽ, തഫല്ലൽ, പ്ലീസ് താക്കോൽ സ്വീകരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് താക്കോൽ അങ്ങോട്ടേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഒരാൾക്ക് കൊടുക്കുമ്പോൾ തഫല്ലൽ എന്നും ഒരാളോട് വാങ്ങുമ്പോൾ മിൻ ഫളലിക എന്നുമാണ് പറയേണ്ടത്. ഇവിടെ ഇഖ്തറബൻ നാദിലു മിനൽ മുഹന്ദിസി. നാദിൽ മീൻസ് സപ്ലയർ എഞ്ചിനീയറുടെ അടുക്കലേക്ക് പോയി. വക്കാല എന്നിട്ട് പറഞ്ഞു, അൽ ഫാത്തുറ തഫല്ലൽ, പ്ലീസ് ബില്ല്, അല്ലേ? ബില്ല് സ്വീകരിക്കൂ, ബില്ല് പിടിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ബില്ല് കൊടുക്കുകയാണ്. അപ്പോൾ കൊടുക്കുമ്പോൾ തഫല്ലൽ എന്നും വാങ്ങുമ്പോൾ മിൻ ഫളലിക എന്നും. പിന്നെ ഇസ്തഅദന ത്വാലിബു ബിദ്ദുഖൂൽ, വിദ്യാർത്ഥി ക്ലാസ്സിനുള്ളിലേക്ക് പ്രവേശിക്കാൻ അനുവാദം തേടി അധ്യാപകനോട്. ഇസ്തഅദന മീൻസ് അനുവാദം തേടി, അത്വാലിബ് വിദ്യാർത്ഥി, ബിദ്ദുഖൂൽ പ്രവേശിക്കാൻ. ഫഖാലൽ മുദരിസ്, അപ്പോൾ അധ്യാപകൻ പറഞ്ഞു, തഫല്ലൽ, പ്ലീസ് കയറൂ. അപ്പോൾ കൊടുക്കലും വാങ്ങലുമല്ലാതെ ഒരാളോട് എന്തെങ്കിലും ചെയ്യാൻ ആവശ്യപ്പെടുകയാണെങ്കിലും തഫല്ലൽ എന്ന് പറയാം. തഫല്ലൽ, പ്ലീസ് കയറൂ. ഇവിടെ അധ്യാപകൻ കുട്ടിയോട് ഒരു കാര്യം ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെടുമ്പോൾ, ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ തഫല്ലൽ എന്ന് പറയും. ഇനി നമുക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തു തരാൻ മറ്റൊരാളോട് ആവശ്യപ്പെടുകയാണെങ്കിൽ അവിടെ നമ്മൾ മിൻ ഫളലിക വെക്കണം. ഉദാഹരണത്തിന് കുട്ടി ക്ലാസ്സിലേക്ക് കയറാൻ അനുവാദം ചോദിക്കുകയാണ്. എന്നെ ക്ലാസ്സിലേക്ക് കയറ്റാമോ എന്ന് ചോദിക്കുമ്പോൾ കുട്ടി മിൻ ഫളലിക എന്ന് പറയണം. അതെങ്ങനെ പറയും? മിൻ ഫളലിക അദ്ഖുലു, ഞാൻ ക്ലാസ്സിലേക്ക് കയറിക്കോട്ടെ, പ്ലീസ്. ഓക്കെ. ഖദ്ദമത്ത് മുവല്ലഫത്തു തയ്റാനി ബിതാഖത്ത് സഊദി, ഫ്ലൈറ്റ് അറ്റൻഡർ അല്ലെങ്കിൽ ഏവിയേഷൻ ഉദ്യോഗസ്ഥ, ഖദ്ദമത്ത് നൽകി, ബിതാഖത്ത് സഊദി ബോർഡിംഗ് പാസ്, ഇലൽ മുസാഫിർ യാത്രക്കാരന് ബോർഡിംഗ് പാസ് നൽകിക്കൊണ്ട് പറഞ്ഞു, ബിതാഖത്ത് സഊദ് ബോർഡിംഗ് പാസ്, തഫല്ലൽ, പ്ലീസ് ബോർഡിംഗ് പാസ് സ്വീകരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ബോർഡിംഗ് പാസ് അങ്ങോട്ടേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ കൊടുക്കുമ്പോൾ തഫല്ലൽ. ഓക്കെ. ഇനി വീണ്ടും നമുക്ക് മാജിദിൻ്റെ പാഠത്തിലേക്ക് പോകാം. അൽ വാലിദ്, മാജിദിൻ്റെ പിതാവ് മാജിദിനോട് പറയുകയാണ്, ബുനയ്യ, മോനെ, കലാമുക ബിൽ അറബിയത്തി നഫഅന കസീറൻ,
അറബിയിലുള്ള നിന്റെ സംസാരം നമുക്ക് ധാരാളം പ്രയോജനം ചെയ്തു. കലാമുക്ക നിന്റെ സംസാരം ബിൽ അറബിയത്തി അറബിയിലുള്ള നഫഅന നമുക്ക് പ്രയോജനം ചെയ്തു കസീറൻ ധാരാളം. വ അന അഫ്തഖിർ ബിക ഞാൻ നിന്നിൽ അഭിമാനിക്കുന്നു. അഫ്തഖിർ മീൻസ് ഐ പ്രൗഡ് ഞാൻ അഭിമാനിക്കുന്നു. ബിക നിന്നിൽ. മാജിദ് എന്ന് പറയുന്നു ഹാദാ മക്തസബ്തുഹു ഫിൽ മദ്രസത്തി അബി ഉപ്പ ഇത് ഞാൻ സ്കൂളിൽ നിന്നും നേടിയതാണ്. അതായത് അറബി ഭാഷയിലുള്ള ഈ സംസാരിക്കാനുള്ള ഈ കഴിവ് ഞാൻ സ്കൂളിൽ നിന്നും നേടിയതാണ്. സ്കൂളിൽ അറബി പഠിക്കുന്നുണ്ട്, അങ്ങനെയാണ് ഞാൻ അറബി സംസാരിക്കാൻ പഠിച്ചത്. ഹാദ ഇത് മക്തസബ്തുഹു ഞാൻ നേടിയതാണ് ഫിൽ മദ്രസ സ്കൂളിൽ നിന്നും. ഇക്തസബ മീൻസ് നേടുക, സമ്പാദിക്കുക. അൽ വാലിദ് ഹക്കൻ സത്യമായും അൻതൽ ബത്ലു ഫി സഫരിന ഹാദ യു ആർ ദ ഹീറോ. അൻതൽ ബത്ലു മീൻസ് നീയാണ് ഹീറോ. ഫി സഫരിന ഹാദ നമ്മുടെ ഈ യാത്രയിൽ. തദക്കറ മാജിദുൻ ഫവായിദ ദിറാസത്തിൽ ലോകത്തിൽ അറബിയ മാജിദ് അറബി ഭാഷ പഠിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങളെ കുറിച്ച് ഓർത്തു. തദക്കറ മാജിദ് ഓർത്തു ഫവായിദ പ്രയോജനങ്ങൾ ദിറാസത്തിൽ ലോകത്തിൽ അറബിയ അറബി ഭാഷ പഠനം കൊണ്ടുള്ള പ്രയോജനങ്ങൾ മാജിദ് ഓർത്തു. അസമ അല തഅല്ലുമിൽ ലോകത്തിൽ അറബിയത്തി ഫിൽ മറാഹിലി ദിറാസത്തിൽ ഉല്യ ഹുബ്ബൻ വശഗഫൻ ഉപരിപഠന ഘട്ടങ്ങളിൽ അറബി ഭാഷ പഠിക്കാൻ അവൻ തീരുമാനിച്ചു. ഹുബ്ബൻ വശഗഫൻ അറബി ഭാഷയോടുള്ള ഇഷ്ടവും താല്പര്യവും കാരണം. അസമ അവൻ തീരുമാനിച്ചു അല തഅല്ലുമി പഠിക്കാൻ അല്ലുഹത്തിൽ അറബിയ അറബി ഭാഷ പഠിക്കാൻ അവൻ തീരുമാനിച്ചു. ഫിൽ മറാഹിലി ദിറാസിയത്തിൽ ഉല്യ ഉപരിപഠന ഘട്ടങ്ങളിൽ. അൽ മറാഹിൽ മീൻസ് ഘട്ടങ്ങൾ. അദ്ദിറാസത്തിൽ ഉല്യ ഉപരിപഠനം ഹയർ സ്റ്റഡീസ് സ്കൂൾ പഠനത്തിന് ശേഷം ഉള്ള പഠനം, കോളേജ് പഠനം. അതിൽ അറബി ഭാഷ പഠിക്കാൻ അവൻ തീരുമാനിച്ചു. ഹുബ്ബൻ അതിനോടുള്ള ഇഷ്ടം കൊണ്ട്, വശഗഫൻ താല്പര്യം കൊണ്ട്. അങ്ങനെ മലത്തിൽ അയ്യാമു ദിവസങ്ങൾ കഴിഞ്ഞുപോയി. വഹാന വക്തുൽ ഔദ മടക്കത്തിൻ്റെ സമയമായി. ഔദ മീൻസ് മടക്കം, തിരിച്ചുപോക്കിൻ്റെ സമയമായി. ഹാന വക്തു മീൻസ് സമയമായി. ഇവർ ഖത്തറിലാണിപ്പോൾ ഉള്ളത്. ഖത്തറിൽ നിന്നും തിരിച്ച് നാട്ടിലേക്ക് പോകാനുള്ള സമയമായി. റജ മാജിദുൻ മഅ അബീഹി മിൻ ഖത്തർ മാജിദ് പിതാവിൻ്റെ കൂടെ ഖത്തറിൽ നിന്നും തിരിച്ചുപോയി. അന്നഫ്സു തഅബ മനസ്സ് വിസമ്മതിക്കുകയാണ്. വൽ ഖൽബു യംതലഉ ബി ദിക്റയാത്തിൻ ജമീല ഹൃദയം മനോഹരമായ ഓർമ്മകളാൽ നിറയുകയാണ്. തഅബ അബായ അബ മീൻസ് വിസമ്മതിക്കുക. അന്നഫ്സു മനസ്സ്, തഅബ വിസമ്മതിക്കുന്നു. അതായത് മാജിദിൻ്റെ മനസ്സ് ഖത്തറിൽ നിന്നും തിരിച്ചു പോകാൻ സമ്മതിക്കുന്നില്ല. വൽ ഖൽബു യംതലിഉ ഹൃദയത്തിൽ നിറയുകയാണ്. ബി ദിക്റയാത്തിൻ ജമീല മനോഹരമായ ഓർമ്മകൾ. ഖത്തറിലെ മനോഹരമായ ഓർമ്മകൾ മനസ്സിൽ നിറയുന്നു അല്ലേ. അപ്പോൾ ഖത്തർ അത്രയും ഇഷ്ടപ്പെട്ടു പോയി മാജിദിന്. അവിടെ നിന്നും തിരിച്ചു പോകാൻ അവൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല. അങ്ങനെ അവർ തിരിച്ചുപോയി. അസ്ന അർ റുജൂഇ മടക്കത്തിനിടെ, മടക്കയാത്രക്കിടയിൽ. അസ്ന മീൻസ് ഇടയിൽ. അബ്ദ മാജിദ് ലി അബീഹി മാജിദ് പിതാവിനോട് വെളിപ്പെടുത്തി. അബ്ദ മീൻസ് വെളിപ്പെടുത്തി, പറഞ്ഞു. റഗ്ബതഹു ഫി ദിറാസത്തിൽ അറബിയ അറബി ഭാഷ പഠിക്കാനുള്ള തൻ്റെ ആഗ്രഹം. ഫവാഫഖൽ അബ് ഉപസമ്മതിച്ചു. വക്കാല എന്നിട്ട് പറഞ്ഞു ത്വയ്യിബ് യാ മാജിദ് നല്ലത് മാജിദേ. ശഗഫുക ബിഖുറത്തിൽ ഖദമി മഅ ശൗഖിക ഇലൽ ലാഇബിൽ മുഫല്ലലി ഔസലക ഇലാ ഖത്തർ ഫുട്ബോളിനോടുള്ള നിന്റെ ഇഷ്ടം, അതേപോലെ നിന്റെ പ്രിയപ്പെട്ട കളിക്കാരനോടുള്ള സ്നേഹം, അവ രണ്ടും നിന്നെ ഖത്തറിലേക്ക് എത്തിച്ചു. ശഗഫുക നിന്റെ താല്പര്യം, ബിഖുറത്തിൽ ഖദം ഫുട്ബോളിനോടുള്ള നിന്റെ താല്പര്യം, മഅ ശൗഖിക ഇലൽ ലാഇബിൽ മുഫല്ലൽ പ്രിയ താരത്തോടുള്ള നിന്റെ ഇഷ്ടം, ഷൗഖ് ഇഷ്ടം, ഔസലക അവ നിന്നെ എത്തിച്ചു. ഔസല മീൻസ് എത്തിച്ചു. ഇലാ ഖത്തർ ഖത്തറിലേക്ക് എത്തിച്ചു. അൽ ആൻ ഇപ്പോൾ, തർജിഉ നീ മടങ്ങിപ്പോകുന്നു, നാട്ടിലേക്ക് തിരിച്ചു പോകുന്നു. മുഅജബൻ ബിൽ ലോകത്തിൽ അറബിയ അറബി ഭാഷയെ ഇഷ്ടപ്പെട്ടവനായിക്കൊണ്ട്. അക്സറ മിമ്മ ഖബ്ൽ മുമ്പുള്ളതിനേക്കാൾ. മാജിദിന് അറബി ഭാഷ മുമ്പേ ഇഷ്ടമാണ്, എന്നാൽ ഖത്തറിൽ വന്നതിന് ശേഷം കൂടുതൽ ഇഷ്ടമായി. അതാണ് അക്സറ മിമ്മ ഖബ്ൽ എന്ന് പറഞ്ഞത്. മുമ്പുള്ളതിനേക്കാൾ കൂടുതൽ അറബി ഭാഷയെ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് നീ ഇപ്പോൾ തിരിച്ചു പോകുന്നത്. ഇനി
നുറാജി അന്നസ പാഠഭാഗം നമുക്ക് റിവൈസ് ചെയ്യാം, ഒന്നുകൂടെ വായിച്ചു നോക്കാം. വനഖ്താറു മിൻഹു എന്നിട്ട് അതിൽ നിന്നും തിരഞ്ഞെടുക്കാം. മാ യുനാസിബു യോജിക്കുന്നത്, മഅനൽ കലിമാത്തിൽ മുലവ്വന കളറ് നൽകപ്പെട്ട വാക്കുകളുടെ അർത്ഥവുമായി യോജിക്കുന്ന വാക്കുകൾ നമുക്ക് പാഠഭാഗത്തു നിന്നും കണ്ടെത്താം. മനക്കറവ് എന്നിട്ട് വായിക്കാം. ഉദാഹരണത്തിന് ഒന്നാമത്തേത് ഇവിടെ കൊടുത്തിരിക്കുന്നു. അഹബ്ബ മാജിദുൻ കുറത്തൽ ഖദം, മാജിദ് ഫുട്ബോൾ ഇഷ്ടപ്പെട്ടു. അതേ അർത്ഥത്തിൽ വരുന്ന വാക്കാണ് ഷുഗിഫ ബി. ഷുഗിഫ മാജിദുൻ ബി കുറത്തിൽ ഖദം, മാജിദ് ഫുട്ബോൾ ഇഷ്ടപ്പെട്ടു. അടുത്തത് മനിൽ ലാഇബുൽ മുഅജബ് ഇൻദക, നിന്റെ പ്രിയപ്പെട്ട കളിക്കാരൻ ആരാണ്? അൽ മുഅജബ് പ്രിയപ്പെട്ട, ഇഷ്ടപ്പെട്ട. അതേ അർത്ഥത്തിൽ വന്നത് നമ്മളിപ്പോൾ മേലെ വായിച്ചു. അല്ലാഇബുൽ മുഫല്ലലു എന്ന് പറഞ്ഞു അല്ലേ. അല്ലാഇബുൽ മുഫല്ലലു പ്രിയ കളിക്കാരൻ. അസ്ന അൽ ഔദത്തി അബ്ദ മാജിദുൻ റഹ്ബത്തഹു, മടക്കത്തിനിടെ മാജിദ് തൻ്റെ ആഗ്രഹം വെളിപ്പെടുത്തി. ഇതും നമ്മളിപ്പോൾ പറഞ്ഞു. അവിടെ മടക്കം എന്നുള്ളതിന് റുജു എന്നാണ് പറഞ്ഞത് അല്ലേ. ഔദത്തിന് പകരം റുജു, അതിവിടെ എഴുതുക. അസ്ന അർ റുജു അബ്ദ മാജിദുൻ റഹ്ബത്തഹു, മടക്കത്തിനിടെ മാജിദ് തൻ്റെ ആഗ്രഹം പറഞ്ഞു. അടുത്തത് ഖറജ മാജിദുൻ ഇലൽ മൽഅബി ലി മുശാഹദത്തിൽ മുബാറാത്ത്, മാജിദ് മത്സരം കാണാൻ മൽഅബിലേക്ക് കളിസ്ഥലത്തേക്ക് പോയി. ഇത് പാഠത്തിൻ്റെ ആദ്യ ഭാഗത്ത് വന്നതാണ്. മാജിദ് ഖറജ മാജിദുൻ ഇലൽ മൽഅബി എന്നതിന് പകരം ഇലൽ ഇസ്താദി എന്നായിരുന്നു ഉള്ളത്, സ്റ്റേഡിയത്തിലേക്ക് അല്ലേ. അതിവിടെ എഴുതുക. ഖറജ മാജിദുൻ ഇലൽ ഇസ്താദി, മാജിദ് സ്റ്റേഡിയത്തിലേക്ക് പോയി. ഇവിടെ മൽഅബ്, ഇസ്താദ് എന്നതും മുഅജബ്, മുഫല്ലല്, അഹബ്ബ, ഷുഗിഫ ഇതൊക്കെ തമ്മിൽ ചെറിയ നേരിയ അന്തരം വ്യത്യാസമുണ്ട് അർത്ഥങ്ങളിൽ. എന്നാൽ ഔദത്ത്, റുജു എന്നത് സെയിം അർത്ഥമാണ്. നഖറ ഉന്നസ, നമുക്ക് പാഠഭാഗം വായിക്കാം. വനഖ്താർ മിൻഹുൽ അജീബ, എന്നിട്ട് അതിൽ നിന്നും ഉത്തരങ്ങൾ തിരഞ്ഞെടുക്കാം. ഒന്നാമത്തെ ചോദ്യം, മാ ഉംനിയത്ത് മാജിദ്, മാജിദിൻ്റെ ആഗ്രഹം എന്താണ്? എന്തായിരുന്നു മാജിദിൻ്റെ ആഗ്രഹം? ഫുട്ബോൾ കളി നേരിട്ട് കാണലാണ് അല്ലേ. അതിൻ്റെ ഉത്തരം എങ്ങനെ എഴുതാം? ഉംനിയത്ത് മാജിദിൻ മുഷാഹദത്തു മുബാറാത്തി കുറത്തിൽ ഖദമി മുബാഷിറൻ, ഫുട്ബോൾ മത്സരം നേരിട്ട് ലൈവായി കാണലാണ് മാജിദിൻ്റെ ആഗ്രഹം. ഉംനിയത്ത് മാജിദ്, മാജിദിൻ്റെ ആഗ്രഹം മുഷാഹദത്തു കാണലാണ്, മുബാറാത്തി കുറത്തിൽ ഖദം ഫുട്ബോൾ മത്സരം, മുബാഷിറൻ നേരിട്ട് ലൈവായി ഫുട്ബോൾ മത്സരം കാണണം, അതാണ് അവൻ്റെ ആഗ്രഹം. അടുത്ത ചോദ്യം, കൈഫസ്തത മാജിദുൻ അൽ കലാമ ബിൽ അറബിയ, മാജിദിന് എങ്ങനെയാണ് അറബി ഭാഷയിൽ സംസാരിക്കാൻ കഴിഞ്ഞത്? സ്കൂളിൽ പഠിച്ചതുകൊണ്ടാണ് കഴിഞ്ഞത്. അതിൻ്റെ ഉത്തരം ഇങ്ങനെ എഴുതാം. ഇസ്തത മാജിദുൻ അൽ കലാമ ബിൽ അറബിയ, മാജിദിന് അറബി ഭാഷയിൽ സംസാരിക്കാൻ കഴിഞ്ഞു. ലി അന്നഹു തഅല്ലമ, കാരണം അവൻ പഠിച്ചു. അൽ അറബിയത്ത, അറബി പഠിച്ചു. മിനൽ മദ്രസ, സ്കൂളിൽ നിന്നും അറബി പഠിച്ചതുകൊണ്ടാണ് മാജിദിന് അറബിയിൽ സംസാരിക്കാൻ കഴിഞ്ഞത്. മൂന്നാമത്തെ ചോദ്യം, ബിമഫ്തഖറ അബൂഹു, എന്തുകൊണ്ടാണ് അവൻ്റെ പിതാവ് അഭിമാനിച്ചത്? കാരണം അവന് അറബി സംസാരിക്കാൻ അറിയാം. ഇഫ്തഖറ അബൂഹു, അവൻ്റെ ഉപ്പ അഭിമാനിച്ചു. ലി അന്നബ്നഹു, അല്ലെങ്കിൽ ലി അന്നഹു, കാരണം അവൻ യതകല്ലമുൽ അറബിയത ജയ്യിദൻ, അറബി നന്നായി സംസാരിക്കുന്നു. അതുകൊണ്ടാണ് അവൻ്റെ ഉപ്പ അഭിമാനിച്ചത്. അടുത്ത പ്രവർത്തനം, നഖറ ഉന്നസ, പാഠഭാഗം നമുക്ക് വായിക്കാം. വനുക്കവ്വിനുൽ അസ്ഇല, എന്നിട്ട് ചോദ്യങ്ങൾ ഉണ്ടാക്കാം. ബിസ്തിഖ്ദാമി അദവാത്തുൽ ഇസ്തിഫാം, ഇൻറ്ററോഗേറ്റീവ് വേർഡ്സ് ഉപയോഗിച്ചുകൊണ്ട്. ബിസ്തിഖ്ദാമി മീൻസ് ഉപയോഗിച്ചുകൊണ്ട്. അദവാത്തുൽ ഇസ്തിഫാം ഇൻറ്ററോഗേറ്റീവ് വേർഡ്സ് ചോദ്യത്തിൻ്റെ വാക്കുകൾ. ഏതൊക്കെ വാക്കുകൾ? കൈഫ എങ്ങനെ, മാത എന്ത്, മത എപ്പോൾ, മൻ ആര്. ഈ 4 ചോദ്യവാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ചോദ്യങ്ങൾ ഉണ്ടാക്കാം പാഠഭാഗത്തു നിന്നും. മാത കൊണ്ടുള്ള ചോദ്യം, മാത അഖ്റജൽ അബു മിനൽ ഹഖീബ. ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ ഉള്ള പ്രവർത്തനത്തിൽ വളരെ എളുപ്പത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാക്കിയാൽ മതിയാകും. അങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. മാത അഖ്റജൽ അബു മിനൽ ഹഖീബ, പിതാവ് എന്താണ് ബാഗിൽ നിന്നും പുറത്തെടുത്തത്? മാത എന്താണ് അഖ്റജൽ അബു, പിതാവ് പുറത്തെടുത്തത്? മിനൽ ഹഖീബ ബാഗിൽ നിന്നും എന്തായിരുന്നു? ടിക്കറ്റ് ആയിരുന്നു അല്ലേ. അപ്പോൾ അഖ്റജൽ അബു മിനൽ ഹഖീബത്തി തദ്കിറത്തൻ, ഉപ്പ ബാഗിൽ നിന്നും ഒരു ടിക്കറ്റ് പുറത്തെടുത്തു,
പാഠത്തിൻ്റെ ആദ്യ ഭാഗത്ത് വന്ന കാര്യമാണത്. മത്ത എന്നതുകൊണ്ട് ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടാക്കാം. മത്താ ഖറജ മാജിദും വ അബൂഹു ഇലൽ മത്താർ. മാജിദും പിതാവും എപ്പോഴാണ് എയർപോർട്ടിലേക്ക് പുറപ്പെട്ടത്? മത്താ ഖറജ എപ്പോഴാണ് പുറപ്പെട്ടത്? മാജിദും വ അബൂഹു മാജിദും ഉപ്പയും ഇലൽ മത്താരി എയർപോർട്ടിലേക്ക്. അതിൻ്റെ ഉത്തരം എന്ത് വരും? ഖറജ മാജിദും വ അബൂഹു ഇലൽ മത്താരി ഫി സബാഹി. മാജിദും ഉപ്പയും രാവിലെയാണ് എയർപോർട്ടിലേക്ക് പുറപ്പെട്ടത്. കൈഫ വെച്ച് ഇങ്ങനെ ഒരു ചോദ്യം. കൈഫ കാനത്ത് മദീനത്ത് ദ്വഹ. ദ്വഹ പട്ടണം എങ്ങനെയുണ്ടായിരുന്നു? കാനത്ത് മദീനത്ത് ദ്വഹ മുസയ്യനത്തൻ ബിൽ അൻവാർ. ദ്വഹ പട്ടണം ലൈറ്റുകളാൽ അലങ്കൃതമായിരുന്നു. മൻ റഹബ ബി മാജിദ് വ അബീഹി. ആരാണ് മാജിദിനെയും ഉപ്പയെയും റഹബ സ്വാഗതം ചെയ്തത്? ഫിത്തായിറ വിമാനത്തിൽ. ആരാണ് സ്വാഗതം ചെയ്തത്? മുലൈഫത്തു ത്വയറാൻ അല്ലേ? റഹബത്ത് മുലൈഫത്തു ത്വയറാൻ ബി മാജിദ് വ അബീഹി ഫിത്തായിറ. ഇവരെ മുലൈഫത്തു ത്വയറാൻ സ്വാഗതം ചെയ്തു. അടുത്തത് നുലാഹിദു വ നഖ്റഉ. നമുക്ക് നിരീക്ഷിക്കാം, വായിക്കാം. ഇതെന്താണ്? ഇതാണ് ബോർഡിംഗ് പാസ്. വിമാനത്തിൽ കയറുമ്പോൾ ബോർഡിംഗ് പാസ് കിട്ടണം. ആ ബോർഡിംഗ് പാസ്സാണിത്. ഇവിടെ എഴുതിയിരിക്കുന്നത് കാണാം. ബിത്താഖത്തു സഊദി ലിത്വായിറ. അതാണ് ബോർഡിംഗ് പാസിൻ്റെ അറബി പേര്. അൽ അമാന എയർവേസ്. ത്വയറാനുൽ അമാന വിമാന കമ്പനിയുടെ പേരാണ്. അദ്ദറജത്തു സിയാഹിയ എക്കണോമി ക്ലാസ്. അതായത് ഫ്ലൈറ്റിൽ പല കാറ്റഗറി ഉണ്ടാവും. സീറ്റിംഗ് ഉയർന്ന കാറ്റഗറി ഉണ്ടാവും, വില കൂടിയ സീറ്റിംഗ്, പിന്നെ മിതമായ നിരക്കിലുള്ള സീറ്റിംഗ് ഉണ്ടാവും. എക്കണോമി ക്ലാസ് മിതമായ നിരക്കിലുള്ളതിനാണ് എക്കണോമി ക്ലാസ് എന്ന് പറയുന്നത്. ഇവിടെയും എക്കണോമി ക്ലാസ് ദറജത്തു സിയാഹിയ എന്നാണ് പറയുക എക്കണോമി ക്ലാസ്സിന്. CCJ ദോഹ എന്ന് കാണാം. CCJ എന്ന് പറയുന്നത് കാലിക്കറ്റ് എയർപോർട്ടിനാണ് CCJ എന്ന് പറയുന്നത്. DOH എന്നത് ദോഹയെ സൂചിപ്പിക്കും. കാലിക്കറ്റിൽ നിന്നും ദോഹയിലേക്കാണ് പോകുന്നത്. താരിഖ് ഡേറ്റ്. ഇവിടെ ഡേറ്റ് കൊടുത്തിരിക്കുന്നു. അൽ മുഗാദറത്ത് ഡിപ്പാർച്ചർ പുറപ്പെടൽ, അതായത് പുറപ്പെടൽ സമയം 9:30 പുറപ്പെടുന്നത്. ഇസ്മുൽ മുസാഫിർ യാത്രക്കാരൻ്റെ പേര്, നെയിം ഓഫ് പാസഞ്ചർ മാജിദ്. അരിഹില ഫ്ലൈറ്റ്, ഇത് ഫ്ലൈറ്റ് നമ്പറാണ്. അരിഹില പറഞ്ഞുകൊണ്ട് ഇവിടെ ഫ്ലൈറ്റ് നമ്പർ എഴുതും. അൽ മഖദു സീറ്റ് നമ്പർ 59A. അൽ ബവാബസ് ഗേറ്റ് E17. ഇത് വിമാനത്തിലേക്ക് കയറാനുള്ള ഗേറ്റിൻ്റെ നമ്പറാണ്. ഫതഹുൽ ബവാബ ബോർഡിംഗ് 8:30 ബോർഡിംഗ്. പിന്നെ തുഗ്ലഖുൽ ബവാബത്തു ഖബ്ല മൗഇദുൽ ഇഖ്ലാഇ ബി 20 ദഖീഖതൻ. ഗേറ്റ് ക്ലോസസ് 20 minutes ബിഫോർ ഡിപ്പാർച്ചർ. തുഗ്ലഖുൽ ബവാബത്തു ഗേറ്റ് ക്ലോസ് ചെയ്യപ്പെടും. ഖബ്ല മൗഇദുൽ ഇഖ്ലാഇ പുറപ്പെടുന്ന സമയത്തിന് മുമ്പ്. ബി 20 ദഖീഖതൻ 20 മിനിറ്റ് മുമ്പ്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ബോർഡിംഗ് പാസിൽ ഉണ്ടാവുക. ഇനി അൻത മുവല്ലഫുൻ ഫി മത്താരി കാലിക്കൂത്ത്. നീ കാലിക്കറ്റ് എയർപോർട്ടിലെ ഒരു ഉദ്യോഗസ്ഥനാണ് എന്ന് സങ്കല്പിക്കുക. വസല ഇലൈക ഷാബുൻ. നിന്റെ അടുക്കലേക്ക് ഒരു യുവാവ് എത്തി. യുരീദു സഫറ ഇല ഡൽഹി. അയാൾ ഡൽഹിയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നു. അയാൾ ഉദ്ദേശിക്കുന്നു അസഫറ ഇല ഡൽഹി, ഡൽഹിയിലേക്ക് പോകാൻ, ഡൽഹിയിലേക്ക് യാത്ര പോകാൻ. അൻത തുസ്ദിറു ബിതാഖത സഊദ്. നീ അയാൾക്ക് ബോർഡിംഗ് പാസ് ഇഷ്യൂ ചെയ്യുകയാണ്. നീ തുസ്ദിറു ഇഷ്യൂ ചെയ്യുന്നു. ബോർഡിംഗ് പാസ് നൽകുന്നതിന് ഇഷ്യൂ ചെയ്യുക എന്നാണ് പറയുക. എന്താണ് അസ്ദറ യുസ്ദിറു. നുക്മിലുൽ ബിതാഖ. നമുക്ക് ബോർഡിംഗ് പാസ് ഫില്ല് ചെയ്യാം. ഇസ്മുൽ മുസാഫിറിൻ്റെ പേര്, ഇവിടെ പേര് എഴുതിയിരിക്കുന്നു ഇർഫാൻ മുബാറക്. അൽ മുഗാദറത്ത് നമ്മൾ നേരത്തെ കണ്ടതൊക്കെയാണ് ഇവിടെ എഴുതേണ്ടത്. അൽ മുഗാദറ മീൻസ് ഡിപ്പാർച്ചർ, അതായത് ഡിപ്പാർച്ചറിൻ്റെ ടൈം, എത്ര മണിക്കാണ് പുറപ്പെടുക വിമാനം എന്നതിവിടെ എഴുതുക. താരിഖ് ഡേറ്റ്. അദ്ദറജത്ത് ക്ലാസ് അല്ലെങ്കിൽ കാറ്റഗറി, എക്കണോമി കാറ്റഗറി. അദ്ദറജത്തു സിയാഹിയ എന്ന് എഴുതുക. ഫതഹുൽ ബവാബ ബോർഡിംഗ് എത്ര മണിക്കാണ് എന്നുള്ളത് ഇവിടെ എഴുതുക. അൽ ബവാബത്ത് ഗേറ്റ് നമ്പർ എഴുതുക.
മേലെ നോക്കി എഴുതിയാൽ മതി. ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് എഴുതാം. അൽ മക്കാദു സീറ്റ് നമ്പർ എഴുതുക. അരിഹില ഫ്ലൈറ്റ് നമ്പറും എഴുതുക. ഇതൊക്കെയാണ് ഒരു ബോർഡിംഗ് ബസ്സിൽ ഉണ്ടാവുക. ഇതോടെ ഈ പാഠം ഇവിടെ അവസാനിച്ചു. ഇനി അടുത്ത പാഠം നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം.